ഹായ്, ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ്, നല്ല തിരക്ക് പിടിച്ച ദിവസമാണ്. പക്ഷേ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് വല്ലാണ്ട് എന്നോട് തന്നെ ആത്മരോക്ഷമുണ്ടാകും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നാടകങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ആത്മാഭിമാനം എന്ന് പറഞ്ഞതുള്ള ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ കാണുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ. ഒന്ന് രണ്ട് പേരുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. എനിക്കറിയില്ല അവരുടെ റിയൽ ഫേസ്, എനിക്കറിയില്ല, ഞാൻ പേര് പറയുന്നില്ല. ഇതുവരെയും അവരിതിൽ ചാടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ കാണുന്നത്, ഈ 2 ദിവസം കൊണ്ട് കാണുന്നത് ആത്മാഭിമാനം തൊട്ടു തീണ്ടാത്ത കുറേ എണ്ണങ്ങളെയാണ്. ഞാൻ ഡയറക്റ്റായിട്ട് പറയാം, ഇന്നലെ നടന്ന നാടകമൊക്കെ അത്യാവശ്യം എല്ലാവരും കണ്ടു കാണുമായിരിക്കും. തമിഴ്ത്തിയുടെ ചാനലിൽ വന്നിട്ട് ഒരുത്തി കരയുന്നതും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതും. ആ വ്യക്തിയുടെ റീസൺ എന്താണ്? അവരെ ഒരാൾ വല്ലാണ്ട് തെറി വിളിക്കുന്നു, അതാണ് റീസൺ. വല്ലാണ്ട് തെറി വിളിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്ത ചാനൽ ഏതാണ്? ഭൂലോക തെറിവിളിക്കാരിയായ ഒരു തമിഴ്ത്തിയുടെ ചാനൽ. ഭൂലോക തെറിവിളിക്കാരിയായി തെറി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ നശിപ്പിച്ചിട്ടേക്കുന്ന ഒരു തമിഴ്ത്തിയുടെ ചാനലിൽ വന്നിരുന്നിട്ട് അവർ പറയാണ് അവരെ വേറൊരു വ്യക്തി തെറി വിളിക്കുന്നു. സത്യമാണ്, ഈ പറയുന്ന ഒരാളുടെ സൈഡല്ല ഞാൻ, ഈ പറയുന്ന ഒരു വ്യക്തിയുടെയും സൈഡ് നിന്നിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ വേണ്ടാന്ന് വെച്ചത് എപ്പോഴും വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ ന്യായം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ഇന്നലെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ തമിഴ്ത്തിയുടെ ചാനലിൽ വന്ന് മെഴുകിയ അല്ലെങ്കിൽ കുറേ പ്രകടനം നടത്തിയ ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താണ്? അവരെ തെറി വിളിക്കുന്നു. അതിനുള്ള റീസൺ എന്താണ്? ഈ തമിഴ്ത്തിയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് ഈ പ്രസ്തുത വ്യക്തിയും അവരുടെ ഹസ്ബൻഡും പറഞ്ഞ ഒരു അലിഗേഷൻ അല്ലേ, അത് ഈ ഓപ്പോസിറ്റ് ഇവർ ആത്മഹത്യക്ക് കാരണക്കാരിയാണ് എന്ന് പറയുന്ന, ഞാനിനി പേര് പറയാം, മുംതാസ് എന്ന് പറയുന്ന സ്ത്രീ അല്ല അതിൻ്റെ കാരണം ഈ പറയുന്ന സ്ത്രീ തന്നെയാണ്. അവരും അവരുടെ ഹസ്ബൻഡും കൂടിയാണ് ഈ തമിഴ്ത്തിയെ പറ്റിയിട്ട് ഇത്ര വൃത്തികെട്ട ഒരു അലിഗേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വാക്ക് തർക്കങ്ങളാണ്. അത് ഇവിടെ കൊണ്ടു കൊടുത്തെന്നോ ഇത് അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊടുത്തെന്നോ എന്തൊക്കെയോ സംഭവങ്ങൾ. അതാണ് പ്രശ്നമല്ലേ. ഇതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ന സ്ത്രീ തന്നെ സൃഷ്ടിച്ചതാണ് അല്ലേ. എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഈ പറയുന്ന കുറേ സ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ്പെഷ്യലി എനിക്ക് സംസാരിക്കാനുള്ളത് ഈ തമിഴ്ത്തിയെ പറ്റി തന്നെയാണ്. ഇവർക്ക് കണ്ടന്റ്, ഇവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇൻവിസിബിൾ ആർമിയിൽ പോയിട്ട് കമന്റ് ഇട്ടത് കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന്. കാര്യം ഇവരൊരു ഫ്രണ്ട്ലി ടോക്കോ എന്തെങ്കിലും ഇവരുടെ കാര്യങ്ങളോ പറഞ്ഞു പോയാൽ ഇവർക്ക് വ്യൂസ് ഇല്ല, ഇവരുടെ വീഡിയോ ആരും കാണാനില്ല, നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ വീഡിയോയിലും പോയിട്ട് ഇവർക്ക് കണ്ടന്റ് കിട്ടാനായിട്ട് ഓരോരുത്തരും നടത്തുന്ന വീഡിയോയിൽ പോയിട്ട് ഇവരൊരു കമന്റ് അങ്ങ് ഇടും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവരെന്തെങ്കിലും സംസാരിക്കും, ഉടനെ വന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് ഈ തമിഴ്ത്തി തെറി വിളിക്കും. ഭൂലോക തെറിവിളിക്കാരിയായ ഒരുത്തി വന്നിരുന്നിട്ട് ഇതിലെ അഡ്വൈസ് ചെയ്യുകയാണ്, ബാക്കി എല്ലാവരെയും അഡ്വൈസ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു പാഠമാകട്ടെ, ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഒരാൾ ഇത്രത്തോളം ടോർച്ചർ ചെയ്യരുത്. എടി, നിന്റെ സബ്ജക്റ്റ് എന്താണ്? നിന്റെ വിഷയം എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ? ഞാൻ കഴിഞ്ഞ ദിവസം നീ എന്നെ ഒരുപാട് തെറി വിളിച്ചു അല്ലേ. ഞാൻ കാര്യമായ ഒരു കാര്യം, ഞാൻ ഇതുവരെ നിന്നെ തെറി വിളിച്ചിട്ടില്ല. തമിഴ്ത്തി എന്ന് വിളിക്കുന്നത്, എന്നെ മലയാളി എന്ന് നീ വിളിക്കൂ, എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പിന്നെ തമിഴ്ത്തി എന്ന് വിളിക്കുന്നതിന് നിനക്കെന്തിനാണ് അപമാനം ഉണ്ടാകുന്നത്? അത് തന്നെയുമല്ല, നീ മലയാളികളെ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്, ഇപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞ് നീ പുച്ഛിക്കുന്നുണ്ട്, തെറിയും ചീത്തയും പറയുന്നുണ്ട് നീ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തമിഴ്ത്തി എന്ന് വിളിച്ചത്. കഴിഞ്ഞ ദിവസവും നീ ക്രിസ്ത്യൻസിനെ പറ്റിയിട്ട്, മതത്തെ പറ്റിയിട്ട് നീ ഒരുപാട് പ്രഹസനം നടത്തി നീ അല്ലേ. എന്താണ് ഞങ്ങളെല്ലാം വരത്തന്മാരാണ് എന്നുള്ള രീതിയിൽ, നിന്റെ തറവാട്ട് സ്വത്താണിത്, ഞങ്ങളെല്ലാം വരത്തന്മാരാണ്. എടി, വികസിത രാജ്യങ്ങളിലേക്കൊന്നും നീയോ നിന്റെ ആൾക്കാരോ നിന്റെ മക്കളോ ഒന്നും പോകരുത് കേട്ടോ. സമ്പാദിക്കാനാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലേക്കൊന്നും നീ പോകരുത്, സമ്പാദിക്കരുത്. വലിയൊരു സാമ്രാജ്യത്വ ശക്തി തന്നെയാണ് ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു തലപ്പാവ് എന്ന് പറയുന്നത്. അത് നിനക്കറിയോ? നീ അവിടെ ഇരുന്ന് നിന്റെ തറവാട്ടിൽ കയറി എല്ലാവരും സംസാരിച്ചതുപോലെയാണ് നീ സംസാരിക്കുന്നത്. ബൈബിളിനെ എടുത്തു വെച്ചിട്ട് കീറി മുറിച്ചിട്ട് നീ സംസാരിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കും എന്നാണ് നീ പറയുന്നത്. അത് നിന്റെ
വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്നത്. എന്നിട്ടും നാണമില്ലാത്ത സ്വന്തം മതത്തെ പോലും ഇതേപോലെ ഇകഴ്ത്തിയിട്ട് നാണമില്ലാതെ വീണ്ടും വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവരോട് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞിട്ടാണ്? ഇതൊരു വ്യക്തി മറ്റേ SNGയോ ആരോ പറഞ്ഞിട്ടാണ് ഇത് ബീഫിൻ്റെ കാര്യം. അത് പറഞ്ഞതിൽ എന്താണ് കാര്യം? ഇപ്പോൾ ബീഫ് ദൈവമാണ്, എന്താണ് പശു ദൈവമാണ്, അങ്ങനെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയണം ഒരു വ്യക്തി അതിനെ പറ്റിയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടാവണം. നീ ബീഫ് കഴിക്കാത്ത ആളായിരിക്കണം, നീ ബീഫ് കൈകാര്യം ചെയ്യാത്ത ആളായിരിക്കണം, ബീഫ് ഉപയോഗിക്കാത്ത ഒരാളായിരിക്കണം. നീ കഴിക്കുകയും ചെയ്യും, നിന്റെ തട്ടുകടയിൽ നീ അത് പാചകം ചെയ്ത ആളുകൾക്ക് കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് ഗോമാതാവെന്ന് നീ പറയും. അതെന്ത് നിലപാടാണ്? അത് നീ പശുവിനെ മാതാവായിട്ട് തന്നെ അംഗീകരിച്ചിട്ടാണ് ആ ഒരു നിയമം ശരിയാണ് എന്ന് നീ പറയാവൂ? അത് നിങ്ങൾ പൂജിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒന്നുമല്ല ഇന്ത്യക്കാർ കുറച്ച് പേരെതിരെ നിൽക്കുന്നത്. ആരോടും കഴിക്കരുത് എന്ന് പറയുന്നതിനാണ്, അത് നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതിനാണ്. അല്ലാതെ കുറച്ച് പേരതിനെ ആരാധിക്കുന്നതിനും പൂജിക്കുന്നതിനും ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, ഇഷ്ടമുള്ളവർ കഴിക്കേണ്ട എന്നുള്ള ഒരു നയത്തെ അല്ല എതിർക്കുന്നത്. അത് പാടെ ബീഫ് നിരോധിക്കുന്നു എന്ന് പറയുന്നതിനോടാണ്. അതവിടെ നിൽക്കട്ടെ, ആ വിഷയം പിന്നെ സംസാരിക്കാം, എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നടന്ന വിഷയം, ഇന്നലെ കുറേ പേര് ഓടിച്ചെന്നിട്ട് ഇവൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇവള് വലിയ സംഭവമായിട്ടിരുന്നിട്ട് ഒരു ജീവനാണ് ജീവിതമാണ്, ശരി, മാനുഷിക പരിഗണന എന്ന് തന്നെ അങ്ങ് വെച്ചേരെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ തമിഴത്തിൽ പോയി കമൻ്റ് ഇട്ട ചാനലുകളിൽ പോയിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് നടത്തുന്നത് എന്തിനായിരുന്നു? കമൻറ്റിൽ കൂടിയാണെങ്കിലും നിങ്ങളൊക്കെ ഒരു ഫ്രണ്ട്ലി ടോക്ക് നടത്തുന്നത് എന്തിനായിരുന്നു? നിങ്ങളുടെയൊക്കെ മക്കളെ, നിങ്ങളുടെയൊക്കെ അമ്മമാരെ, നിങ്ങളുടെയൊക്കെ പെങ്ങന്മാരെ, നിങ്ങളുടെയൊക്കെ വീട്ടുകാരെ ഈ തമിഴത്തിൽ പറഞ്ഞ അത്രയും തെറി. ഇപ്പം നിങ്ങൾ പറയുന്ന വേറെ ആളുകളുണ്ട്, അവർ പറയുന്നു, ഇവർ പറയുന്നു ഒക്കെ പറയുന്നു. എല്ലാം ഉത്ഭവം, എല്ലാത്തിനും ഉത്ഭവം, പിറവി എന്ന് പറയുന്ന ഒരു സംഭവം തമിഴത്തിയാണ്. വേറെ ആരുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തെറി വിളിക്കുന്നത്. എടി നീ എന്നെ പറഞ്ഞില്ലേ, നീ കഴിഞ്ഞ ദിവസം എന്നിട്ട് നീ എന്നെ വിളിച്ച് തെറിക്ക് ഞാൻ മറുപടി തരാത്ത, ഒന്നാമത് എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, രണ്ടാമത് ആ വീട്ടിൽ നിന്ന് നിന്നെ തല്ലി ഓടിച്ചു, വാടക വീട്ടിൽ നിന്ന് പുതിയൊരു വീട് നീ എടുക്കുകയാണ്. അപ്പോൾ പുതിയൊരു കാൽവയ്പ്പാണ് അവിടെ പോയി കഴിഞ്ഞാൽ നീ ഇനി തെറിയൊന്നും വിളിക്കില്ല. അങ്ങോട്ട് പോകുന്നതിന് തലേന്നാണ് നീ എന്നെ ചീത്ത വിളിച്ചത്. അപ്പോൾ നീ ഇനി നന്നാകാൻ പോവുകയാണ്, നിൻ്റെ 1001ാമത്തെ തവണത്തെ സംസാരമാണിത്, നന്നാകാൻ പോവുകയാണ്, ഞാൻ ഇനി തെറി വിളിക്കില്ല, ഈ വിഷയങ്ങളൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നീ എന്നെ വല്ലാണ്ട് ചീത്ത വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഒരു മാരക വിഷം, ഈ ഒരു വൃത്തികെട്ട സാധനം വായടച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കാരണം ഇനി അവൾ അതൊരു റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കേണ്ട, ഞാൻ കാരണം അവൾ വീണ്ടും സംസാരിക്കേണ്ട. കാര്യം എത്ര തവണ നിർത്തിയെന്ന് പറഞ്ഞാലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇരിക്കും തെറി വിളിക്കാനായിട്ട് അല്ലേ? അപ്പോൾ അത് ഞാൻ കാരണം അതിന് അവസരം ഉണ്ടാക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഞാനത് കാണാത്ത മട്ടിരുന്നത്. പക്ഷെ എന്നിട്ട് നീ ആ ഒരു മതത്തിൻ്റെ കാര്യം പറഞ്ഞ അവിടെ എൻ്റെ പേര് നീ വലിച്ചടിച്ചു. പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ സാധനം, എന്തേലും പറഞ്ഞു പോയാലും അവൾക്ക് കണ്ടന്റ് കൊടുക്കണ്ട, മിണ്ടാതിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ഒരിക്കലും നിർത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ഈ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന നീ ഒരിക്കലും ഇത് നിർത്തില്ല, നീ ഇത് തന്നെ പിന്തുടർന്നു പോകും, നീ തെറി വിളിക്കും, നീ വലിയ പുണ്യവാളത്തിയാണെന്ന് പറയുന്നതിലേക്ക് ഈ ഒരു കേസിൽ നീ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ചിന്തിച്ചിട്ട് ഈ പറയുന്ന സംഭവത്തിൽ ഈ മൂന്നാം കക്ഷി എന്ന് പറയുന്ന വ്യക്തി യാതൊരു വിധത്തിലും തെറ്റുകാരിയല്ലാത്തത് നമ്മൾ എന്തിന് തെറ്റുകാരിയാണെന്ന് പറയണം. ഇവള് ഈ തമിഴത്തിയുടെ ഈ ലോറിക്കാരുടെ കൂടെയാണ് അങ്ങനെയുള്ള എന്തോ ആണ് അവർ കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ആകാംക്ഷയോടെ കേട്ടു. നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരുന്ന ന്യൂസൊക്കെ നീ അങ്ങോട്ട് അയ്യോ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിടുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ? ആകാംക്ഷയോടെ കേട്ടു. പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്തു. ഇവർ തന്നെ ഈ രണ്ട് കൂട്ടരും പറഞ്ഞുണ്ടാക്കിയ സംഭവത്തിൽ എന്തിനാണ് എന്നെ വലിച്ചിടുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അതെ, നമുക്ക് നേരെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് ആരോപണം വരുമ്പം നമ്മളതിനെ തടയാനായിട്ട് നമ്മളതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും, അത് സ്വാഭാവികമാണ്. എന്നിട്ടും വന്നിരുന്നു പുണ്യവാളത്തി ചമയുന്നു. കുറേ പേര് നാണം കെട്ട് ഇവളുടെ ഇൻബോക്സിൽ അങ്ങോട്ട് ചെല്ലാനും കമൻ്റ് ഇടാനും കുറച്ച് ആത്മാഭിമാനം. ഒരാളോട് നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചാൽ ശരിയാണ്, ഇങ്ങനെ ഒരു അവസരമാണ്, നമുക്കത് പോയി ചെയ്യാം. അല്ലാതെ കിടന്നങ്ങോട്ട് മെഴുകുകയാണ് ചെന്നിട്ട് അത് ഇത് എന്നും പറഞ്ഞ് കമൻ്റ് ഇടാനും. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ താങ്ങി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, സമ്മതിക്കണം. അവരെയെല്ലാം എന്തോ ആസാക്കിക്കൊണ്ട് അവർക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ ചെന്നങ്ങോട്ട് ചേരുകയാണ്. അതുപോലെ ഈ തമിഴത്തി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഒരു കടുകുമണിയോളം ധൈര്യമില്ലാത്ത സ്ത്രീയാണ് നീ ഒറ്റയ്ക്ക് നിൽക്കാൻ.
സംസാരിക്കാൻ. നീ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് ധൈര്യമില്ല. നീ അതുകൊണ്ടാണ് നീ ഒറ്റപ്പെട്ടു. ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം നിന്നെ ഉപേക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ ഓരോ കമൻറ്റ് ബോക്സിലും കയറി നടന്ന് മെഴുകി എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് നീ ശ്രമിക്കുന്നത്. നിനക്ക് പറ്റില്ല. ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പറ്റില്ല. തെറി വിളിക്കാതെ നിനക്ക് പറ്റില്ല. ഇനി ഈ 2026 നീ എനിക്കെതിരെ പറയടി, ഞാൻ ഫുള്ള് നിനക്കെതിരെയുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും തെറി വിളിക്കില്ല, പക്ഷേ നിനക്കെതിരെയുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. നീ എന്ന് നിൻ്റെ തെറി വിളി നിർത്തി നീ അണ്ണാക്ക് അടക്കി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നോ അതുവരെ ഞാൻ നിനക്കെതിരെ മാത്രം വീഡിയോ ചെയ്യും. കാരണം നീ എന്ന് പറയുന്ന ഒരു വിഷവിത്ത് ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതായാൽ ഒരുപാട് പേരടങ്ങും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വേറെ ആരും ചീത്ത വിളിക്കില്ല. ഒരുപാട് പേര് ചീത്ത വിളി നിർത്തും, അതുറപ്പാണ്. ഫസ്റ്റ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് നീയാണ്. നീ എന്തിനാണ് നിന്നെ വിളിക്കുന്നവരെയാണ് നീ വിളിക്കുന്നത് എന്ന് പറയുന്നു. നീ എന്തിനാണ് മോളി ടീച്ചറെ തെറി വിളിച്ചത്? മോൾ ടീച്ചർ എവിടെയോ സിസ്റ്ററുടെ ലൈവിലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു കമൻ്റ് ഇട്ട് ഞാൻ കണ്ടു. ഒരിക്കലും ഒരിടത്തും ഒരു തെറിയും വിളിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ മോൾ ടീച്ചർ. അവരെ നീ വൃത്തികേട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരിട്ടേക്കുന്ന കമൻ്റ് ആണോ വേറെ ആരോ ഇട്ടേക്കുന്നതാണോ എന്തോ. ഇനി തെളിവ് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞാൽ നിന്നെപ്പോലെ ഞാൻ തെളിവെടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ അത് കണ്ട ഒരുപാട് ആളുകളുണ്ടാവും. എന്തിനാണ് തെറി വിളിച്ചത്? നീ എന്തിനാണ് മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ കൂട്ടിയിട്ട് നീ തെറി വിളിച്ചത്? എന്നെ എന്തിനാണ് നീ തെറി വിളിച്ചത്? ഞാൻ മര്യാദയ്ക്കല്ലേടി സംസാരിച്ചത്? ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടാണോ സംസാരിച്ചത്? അപ്പോൾ നിനക്ക് ആശയപരമായ ഒരു സംവാദങ്ങളും നിനക്ക് പറ്റില്ല. അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിനക്ക് നിൻ്റെ പുഴുത്ത നാവ് കൊണ്ട് തെറി തന്നെ വിളിക്കണം. തെറി വിളിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ത്രീയാണ് നീ. ഈ സോപ്പ് ഇല്ലീഗൽ രീതിയിൽ തന്നെ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വേറെ ഒരു ഗതിയും പരഗതിയും ഇല്ല നിനക്ക്. നീ കഴിഞ്ഞ ദിവസം നിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, നിനക്ക് അടുത്ത മാസം ഡോളർ വാങ്ങണമെങ്കിൽ ഒരു 10 വീഡിയോയ്ക്ക് ഒരു വീഡിയോയ്ക്ക് $10 വെച്ചിട്ട് 10 വീഡിയോയ്ക്ക് കിട്ടണം. അപ്പോൾ എല്ലാവരും സബ് ചെയ്യേ, ലൈക്ക് ചെയ്യേ, പിന്നെ നീ തെണ്ടുന്നത് ഞാൻ കണ്ടു. എന്താണ് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം നിനക്ക് എങ്ങനെ നീ നോക്കിയപ്പം നിനക്ക് നിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വീഡിയോയ്ക്ക് വ്യൂസേ ഇല്ല, ആരും കാണുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കണ്ടൻറ്റ് എടുത്ത് വെച്ചിട്ട് ആരെയും വധിച്ച് തെറി വിളിച്ചാൽ മാത്രമേ നിനക്ക് വ്യൂസ് കിട്ടുന്നുള്ളൂ. ഇന്നലെ ആ സ്ത്രീ സംസാരിച്ചത് നിനക്ക് കണ്ടൻറ്റ് മാത്രമാണ്. നീ അവിടെ വിറയ്ക്കുന്നത് പോലെയോ നിനക്കെന്തോ വിഷമം പോലെയോ ബുദ്ധിമുട്ട് പോലെയോ ഒക്കെ നീ കാണിക്കുന്നത് കണ്ടു. ഒന്നുമില്ല, നീ വെറും ഡ്രാമയാണെന്നുള്ളത് കുറച്ചെങ്കിലും വിവരമുള്ള ഒരു മനുഷ്യർക്ക് മനസ്സിലാകും. അഥവാ അത് നിൻ്റെ ഡ്രാമയല്ല ഒറിജിനലാണ് എന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ സമാധാനിപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ, നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതുകൊണ്ടൊന്ന് പബ്ലിക് ആക്കിയിട്ടിട്ട് ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടല്ല നീ സംസാരിക്കുക. പേഴ്സണലായിട്ട് വിളിച്ച് അവരെ ആശ്വസിപ്പിക്കും അല്ലേ സ്ത്രീയെ? പക്ഷെ നിനക്കതും കണ്ടൻറ്റ്. നീ പറയുന്നു നിനക്ക് എല്ലാം കണ്ടൻറ്റ്. ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിനക്ക് കണ്ടൻറ്റ്. വേറൊരാളുടെ തലയിൽ എടുത്തു വെച്ച് കൊടുക്കാൻ പറ്റിയ മുൾക്കിരീടമായിട്ട് നീ അതിനെ ഉപയോഗിക്കും അല്ലേ? തെറി വിളിക്കാത്ത പുണ്യവാളത്തി, തെറി വിളിക്കുന്നവരെ, ബാക്കി എന്തെങ്കിലും ചെയ്യുന്നവർ, ബാക്കിയുള്ള ആളുകളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനുമായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ പറയില്ലേ, ഓരോരുത്തരെ ഇന്ന് സ്വന്തം മക്കളെ വിളിച്ചാൽ നാളെ പോയി സാഷ്ടാംഗം വീഴുന്നു, നാളെ അത് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അത് ആത്മാഭിമാനമില്ലായ്മയാണ്, അല്ലാതെ നല്ല മനസ്സിനുടമകളല്ല. അത് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടല്ല അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നത്. ഇപ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ 2 തെറി വിളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കത് മേ ബി ക്ഷമിക്കാൻ പറ്റും. പക്ഷെ ചില വാക്കുകൾ നമുക്ക്, ഇപ്പം ഇവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, ഇപ്പം ഈ പറയുന്ന പ്രസ്തുത തമിഴത്തിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, ഇൻസുലിൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു എല്ലായിടത്തും പോയി ഇൻസുലിൻ എടുക്കുന്ന ഒരു വൃത്തികെട്ടവൾ, അവൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളങ്ങോട്ട് പോയി ഒരുമിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കാത്ത കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ക്ഷമിക്കാത്ത കാര്യമാണ്. അതേപോലെ ചില വൃത്തികെട്ട ഭാഷകളും ഒരിക്കലും ക്ഷമിക്കാത്ത കാര്യമാണ്. ഇത് ഓരോന്നിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഈ തമിഴത്തെ ദിവസവും കണ്ടന്റ്. ഇപ്പം പോയി സഖ്യം കൂടിയേക്കുന്നില്ലേ, ഇപ്പം പോയി കൂട്ടുകൂടിയേക്കുന്നില്ലേ. ഇനി നാളെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു അന്തർധാരയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇവർക്കെല്ലാം പൈസ മതി, ഇവർക്കെല്ലാം ദിവസവും കണ്ടന്റ് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഇവറ്റകൾ എന്തും ചെയ്യും. ഇവറ്റകളുടെ ഒക്കെ താഴെ ആത്മാർത്ഥമായിട്ട് പോയി കൊട പിടിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പോയി സംസാരിക്കുന്ന ആളുകളാണ് വിഡ്ഢികളാക്കപ്പെടുന്നത്. നിങ്ങൾക്കൊരിക്കലും ഇവറ്റകളുടെ കയ്യിൽ നിന്ന്, ഈ ഒരു ഗാങ്ങിൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഈ ഒത്തുകൂടിയേക്കുന്ന ഈ ഒരു ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും നീതി കിട്ടില്ല.
നിങ്ങളുടെ ഇവരുടെ ചാട്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പാവകളായിട്ട് നിങ്ങൾ നിൽക്കും. നീതി കിട്ടില്ല നിങ്ങൾക്കൊരിക്കലും. ഇതേപോലെ വന്നിട്ട് ഓരോരുത്തു നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ലൂപ്പിൽ പെട്ടിട്ട് ഇതേപോലെ വൃത്തികേട് പഠിക്കും, തെറി വിളിക്കാൻ പഠിക്കും, ചീത്ത വിളിക്കാൻ പഠിക്കും. ഇതിനെല്ലാം ഈ തമിഴത്തി അവിടെ നിന്നിട്ട് അതെല്ലാം കണ്ടൻ്റായിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഭക്ഷണം മേടിച്ച് ആ ക്യാഷ് മേടിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. എടി തമിഴത്തി, നീ എന്താ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞത്? നിൻ്റെ ഫീൽഡ് സിനിമ ഫീൽഡ് അല്ലേടി, അങ്ങനെ അപ്പോൾ നീ പ്രൊഡ്യൂസർമാർക്ക് അങ്ങനെ ഇല്ലേടി ഇങ്ങനെ ഇല്ലേടി എന്നൊക്കെ പറഞ്ഞില്ലേടി. എടി എൻ്റെ ഫീൽഡ് സിനിമ ഫീൽഡ് അല്ലടി വൃത്തികെട്ടവളെ. എന്നെ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള വേഷമാണെങ്കിൽ, എനിക്ക് ഒന്നാമത് ആക്ടിങ് അറിയില്ല, പിന്നെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തൊട്ടടുത്താണെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ചെയ്യുന്നു എന്നൊഴിച്ചാൽ എൻ്റെ ഫീൽഡ് അതല്ലടി. എനിക്ക് ഒന്നാന്തരം ജോലിയുണ്ട്, എൻ്റെ ഫീൽഡ് അതല്ല കേട്ടോ. ഇനി നീ പറയും നീ തള്ളുന്നത് പോലെ, നീ സർവത്രയും തള്ളുന്നത് പോലെ തള്ളാന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവിയുടെ റൈറ്റർ ഇട്ട ഒരു മെസ്സേജ് ഞാൻ നിന്നെ കാണിക്കാം. എനിക്കിട്ടതാണ്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ. അത് മുമ്പും പറഞ്ഞായിരുന്നു, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ വേറെ ആർക്കും കൊടുക്കില്ല, ലീഡ് റോള് തന്നെയാണ്. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നിട്ടാടി. ഞാൻ ആ കമൻറ്റ് ഇവിടെ വെക്കാവേ. അപ്പോൾ ഞാൻ വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല, പിന്നെ അത്രത്തോളം ഒരു സൈഡൊന്നുമല്ല. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് ജസ്റ്റ് സൈഡ്. എന്നിട്ട് നീ പറയുന്നു നിൻ്റെ ഫീൽഡ് അതല്ലേടി. നീ ഇപ്പോൾ ഫീൽഡ് അതാണെങ്കിൽ എന്താടി, നീ കുറേ നോക്കിയതല്ലേ. നീ ഏതോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നു, പിന്നെ എന്താണ് ആർക്കോ അറിയോ ഡ്രസ്സിന് വേണ്ടി നീ മോഡലാവാൻ പോകുന്നു. അപ്പോൾ കിട്ടാത്ത മുന്തിരി കുറച്ച് പുളിക്കുമല്ലേ. അതിൽ പ്രൊഡ്യൂസർക്ക് അങ്ങനെയല്ലേടി ഇങ്ങനെയല്ലേടി. എടി അങ്ങനെ കടന്നൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യം എനിക്കില്ലേടി. അങ്ങനെ പോയിട്ട് അത്രയും നല്ലതാണെന്ന് വെച്ചാൽ പോലും സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ ഫെയിമും അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. നിന്നെ പോലെ നീ കുറേ വെടല ലാംഗ്വേജ് നീ അതിലും പറഞ്ഞു. ഞാൻ തെറി വിളിച്ചു. എടി ആശയത്തെ ആശയം കൊണ്ട് നേരിടടി. നിനക്ക് ഈ തെറി വിളിക്കാൻ നിനക്ക് ജീവിതമില്ലല്ലേ. നീ തെറി വിളിക്കുമ്പോൾ ഇരച്ചു കയറും നിൻ്റെ ചാനലിലേക്ക് ആളുകൾ. നാണം കെട്ടവളെ, ഞാൻ മിണ്ടാതിരുന്നത് നിൻ്റെ ആ പുഴുത്ത നാക്കം വെച്ചിട്ട് നീ അടങ്ങിയിരിക്കട്ടെ തന്നെയാണ്. നീയൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ആരുടെയും തറവാട്ട് സ്വത്തല്ല. ആർക്കും ആരെ പറ്റിയിട്ട് സംസാരിക്കാം മര്യാദയ്ക്ക്. ഇനിയും നീ തെറി വിളിച്ച് ഇതേപോലെ തുടർന്നുകൊണ്ട് പോയാൽ ഞാൻ ഈ 2026 അല്ലെങ്കിൽ അവസാനിക്കുന്നത് വരെ നിനക്കെതിരെ മാത്രമായിരിക്കും, നിൻ്റെ കപട മുഖങ്ങൾക്കെതിരെ മാത്രമായിരിക്കും ഞാൻ സംസാരിക്കുക. ഞാൻ വേണ്ടാന്ന് വെച്ച കാര്യമാണ്. നീ നന്നായി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വെച്ച കാര്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ മനസ്സിലുള്ള 2-3 പേരൊഴിച്ചാൽ വേറെ ഒരാളോടും ഒരാളെയും എനിക്ക് വിശ്വാസവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുറേ കുട്ടിക്കുരങ്ങുകൾ, ഒരു നിലപാടും വ്യക്തിത്വവും ഇല്ലാത്ത. ഈ ലോകത്ത് എന്തില്ലെങ്കിലും നമുക്ക് വേണ്ടത് വ്യക്തിത്വമാണ്. നമ്മളെ ഒരാൾ അത്ര വൃത്തികേട് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വൈരാഗ്യമൊന്നുമല്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ്. നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന നമ്മുടെ വീട്ടുകാരെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണത്. അതുപോലും ചെയ്യാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, സ്വന്തം ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളവളുടെയൊക്കെ പുറകെ പോകുന്ന ഒരാളെയും അവർ നല്ലതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ വിശ്വാസമില്ലെങ്കിൽ അവർക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് മനസ്സിൽ നിന്ന് എന്തൊക്കെയോ പോകുന്ന, അയ്യോ അവരങ്ങനെയായിരുന്നു, അവരെന്നാലും അങ്ങനെ ചെയ്യില്ലായിരിക്കും, അവരെ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ. എടോ, എന്താണ് നല്ല മനുഷ്യരോട് നമ്മൾ ക്ഷമിച്ചു, ഇല്ലെങ്കിൽ നല്ല ആളുകളോട്, ഇത്തിരി ക്വാളിറ്റിയുള്ള ആളുകളോട് അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ, തെറിയും ചീത്തയും ആര് പറഞ്ഞാലും അത് ക്ഷമിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാൽ, തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കുന്നത് നല്ല കാര്യമാണ്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയോട് വീണ്ടും 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 അവൾ എന്നാലും ഭേദമാണ്, അവൾ തെറി വിളിക്കുന്നേ ഉള്ളൂ, അവൾ ക്രിമിനലല്ല. എന്ത് സംസാരമാണത്? തെറിവിളി ക്രിമിനലിസം അല്ലേ? തെറിവിളി ആരെയും മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ലേ? തെറിവിളി അത്ര നല്ല കാര്യമാണോ? അപ്പം നിങ്ങൾക്കൊക്കെ ബാധിക്കുന്ന, നിങ്ങളെയൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ക്രിമിനലുകളാണ്. പക്ഷേ ഇത് തെറിവിളിക്കുന്നതേ ഉള്ളെന്ന് എന്തോ വലിയ നല്ല കാര്യമായിട്ട് പറയുന്നു. അത്ര നല്ല കാര്യമാണല്ലേ ഈ തെറിവിളി എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ എത്രത്തോളം മെൻ്റലി ഡൗൺ ആക്കാനായിട്ട് എന്ത് വൃത്തികെട്ട ലാംഗ്വേജാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സ്വന്തം ഹസ്ബൻഡിൻ്റെ സ്വകാര്യ ഭാഗങ്ങളെ പറ്റി ഇരുന്ന് അയാളെ ഫോൺ വിളിച്ചിരുന്ന് വർണ്ണിക്കുന്നു. ചേട്ടൻ്റെ അത് അങ്ങനെയാണോ, പീസാക്കി 10 പേർക്ക് കൊടുക്ക്. നാണം കെട്ട ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കീഴേ ഇരിക്കുന്ന ആളുകൾ,
നിനക്കൊക്കെ എന്തെങ്കിലും നിൻ്റെയൊക്കെ വീട്ടിലും മക്കളില്ലേ? ഇവക്ക് പിന്നെ അതില്ലേ ഇതില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവൾക്ക് സെക്ഷൽ ടോക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്ന ഇവൾക്ക് എന്തോ ഭയങ്കര വല്ലാത്ത, ഇവൾക്ക് കിട്ടാത്ത മുന്തിരിയാണ്. ഇപ്പം തന്നെ കണ്ടോ, ഒരുത്തരെ കൊണ്ടുവന്നു, 3-ാമത്തെ 4-ാമത്തെ കല്യാണം, അല്ലെ കല്യാണമല്ല കൂടെ ജീവിതം, ഒരുത്തരെ കൊണ്ടുവന്നു. അയാൾ കൂടെ നിൽക്കുന്നുണ്ടോ? ഒരിക്കലും കൂടെ നിൽക്കില്ല. ഇവളെന്തോ വലിയ സംഭവമാണ്, അവിടെ വന്നിരുന്നിട്ട് പ്രസംഗിക്കുന്നു, ഞാൻ എന്തോ വലിയ സംഭവമാണ്. അതിന് താഴെ ആളുകൾ ചനു എന്തായാലും ചനുവിനെ പോലെ ചനു മാത്രമേ ഉള്ളൂ, ചനു അങ്ങനാണ് ഇങ്ങനാണ്. എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും കണ്ടുപഠിക്കാൻ പറ്റിയ എന്തു ക്വാളിറ്റിയാണ്? ഇവൾ ഓരോ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നു, അതിനെതിരെ ഇവൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഓരോ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നു, അതിനെതിരെ ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാര, അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് വഴിയായിട്ടും ഗ്രൂപ്പുകൾ വഴിയായിട്ടും ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നു. അതിൽ തമ്മി തല്ലുന്നു. അതെടുത്ത് വെച്ചിട്ട് വീണ്ടും ഇവൾ കണ്ടക്റ്റ് ആക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ഇവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇവൾ കണ്ടന്റ് ആക്കുന്നു. എന്നിട്ട് ഞാനാണ് ശരി, ഞാനാണ് സത്യം, ഞാനാണ് നീതി ദേവത എന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നിരുന്ന് വായ്ത്താളമടിക്കുന്നു. ഇവൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറകെ ഇവളിങ്ങനെ പായുന്നു. എൻ്റെ തന്നെ ആ വീഡിയോയിൽ എന്നെ തന്നെയാണ് തെറി വിളിക്കാൻ കാര്യം. ഇവൾ ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഇങ്ങനെ എൻ്റെ വീഡിയോ മുഴുവൻ സെർച്ച് ചെയ്ത് അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് എല്ലാം ഇവൾ അരിച്ച് പിറക്കി നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൽ SNJ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടേക്കുന്ന കമൻറ്റ്, അതെടുത്ത് വെച്ചിട്ടാണ് ഇവൾ അന്ന് തെറി വിളിച്ചത്. അതിൽ അവരെന്തിട്ടിട്ടാണ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, കിട്ടിയാലിടാം. അല്ലെങ്കിൽ അവരെന്തോ എന്നെ പറഞ്ഞതിനാണ് ഞാൻ തിരിച്ചു പറയുന്നത്. നിങ്ങൾക്ക് നാണമില്ലെന്നോ എന്തോ, നാണമില്ലേ ഇങ്ങനെയുള്ള ആളുകളെ, തട്ടിപ്പുകാരിയെ വെട്ടിപ്പുകാരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഫിജോയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അവർ. എന്നെയൊക്കെ ആണെങ്കിൽ എൻ്റെ പഞ്ചായത്തിൽ കേട്ടില്ല ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്താൽ എന്നാണ് അവരിട്ട കമൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, അത് സത്യമാണ്, തമിഴത്തിയുടെ കാര്യമല്ലേ, ലോഡ്ജ് കഥയല്ലേ, അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്താൽ എന്നെയും എൻ്റെ പഞ്ചായത്തിൽ കേട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്ന ക്വസ്റ്റ്യൻ ആണടി ഞാൻ മറുപടി കൊടുത്തത്. അപ്പോൾ അത് മാത്രം എടുത്തു വെച്ചിട്ട് നിനക്ക് തെറി വിളിക്കാനൊരു കണ്ടന്റ് അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ കണ്ട കാര്യമാണ് നിൻ്റെ ലോഡ്ജ് കേസ്, അത് ഇത്, വേറുള്ളവരെല്ലാം നിന്നെ പറയുന്ന പോലെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ കണ്ണി കണ്ട കഥകൾ മാത്രമാണ് പറയുന്നത്. ഇല്ലാതെ നിന്നെ തിരഞ്ഞു വന്നതോ അങ്ങനെ സെർച്ച് ചെയ്തോ കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. എന്തായാലും എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇനിയും സംസാരിക്കാനുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായി ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഒരു വ്യക്തിത്വവും ഇല്ലാത്ത ആളുകളാണ് എന്നെനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി പിന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആത്മഹത്യാ നാടകത്തെ പറ്റിയിട്ട് ഈ പറയുന്ന പ്രസ്തുത തമിഴത്തി കാരണവും ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ലൈവിലിരുന്നിട്ട്, അല്ലേ? ആ സമയത്ത് പോലും അവരെ എടുത്തു വെച്ച് ഇവിടെ ഇരുന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സാക്ഷിയും മനുഷ്യപ്പറ്റുമൊക്കെ എവിടെ പോയിരുന്നു? അവരിപ്പോൾ ഒന്നാണ് കേട്ടോ, അവരിപ്പോൾ കൂട്ടാണ്. പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പിന്നെ ഈ പറയുന്ന ആത്മഹത്യാ നാടകം കളിക്കുന്നവർ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് കണ്ടന്റ് കൊടുക്കുന്നതാണ്. ആത്മഹത്യ ചെയ്യുന്നവരൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അവർക്ക് അന്നേരം ആ സമയം ഉണ്ടാകുന്ന വിക്ഷോഭത്തിന് അവരങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ വന്ന് ഇവിടെ കണ്ടന്റ് കൊടുത്ത് പബ്ലിക്കാക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ലൈവിലിരുന്നിട്ടല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ നാടകം കുറച്ച് ഒരല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഇത് പക്കാ സ്ക്രിപ്റ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇവളുടെ വലയിൽ വീഴിക്കാനുള്ള ഇവളുടെ ട്രിക്ക്. ഇനിയിപ്പോൾ ഇവളുടെ ട്രിക്ക് ആയിരിക്കില്ല, എല്ലാവരും കൂടി ആലോചിച്ചതായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ മാനുഷിക പരിഗണന വെച്ചിട്ടാണ് എന്ന് പറയാലോ. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, ഇതൊക്കെ റിയൽ ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇടിച്ചു കയറുന്നതിന് ആ സ്ഥലത്തിന് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും ഒരു പൊടിക്ക് ക്വാളിറ്റി ഉണ്ടാവാം. ഇതെൻ്റെ അഭിപ്രായമാണ്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനിയും ഞാൻ തുടർന്ന് നിരന്തരമായിട്ട് ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ ശല്യത്തിനെതിരെ ഈ രീതിയിൽ ഇനിയും തെറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും.